ആലപ്പുഴ വാഹനാപകടത്തിൽ മരിച്ച മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ മൃതദേഹം കണ്ണൂർ മാട്ടൂലിലെ വീട്ടിലെത്തിക്കുകയാണ്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം മാട്ടൂൽ വേദാമ്പ്രം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, മൃതദേഹം അവിടേക്ക് എത്തിച്ചേരുന്നതേയുള്ളൂ? വീട്ടിലേക്ക് എപ്പോഴാണ് എത്തിക്കുന്നത്? മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഏത് തരത്തിലാണ് അവിടെ? ആലപ്പുഴയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കണ്ണൂരിലേക്ക് പുറപ്പെട്ട മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ഇപ്പോൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ആംബുലൻസിൽ നിന്ന് മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് പൊതുദർശനത്തിനായി മാറ്റുകയാണ്. വീട്ടുകാർ നേരത്തെ തന്നെ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ ഈ മുഹമ്മദിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. ഏതായാലും ഇപ്പോൾ മുഹമ്മദിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. കണ്ണൂർ മാട്ടൂൽ നോർത്തിലുള്ള വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പൊതുദർശന സൗകര്യം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ ഒരു നാടാകെ മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിനെ അവസാനമായി കാണുന്നതിനും യാത്ര അയക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുദർശനം വളരെ പെട്ടെന്ന് പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം ഖബറടക്കുന്നതിനുള്ള നീക്കങ്ങളായിരുന്നു നേരത്തെ നടത്തിയിരുന്നത്. അത്തരമൊരു തീരുമാനമായിരുന്നു കുടുംബത്തിനുണ്ടായിരുന്നത്. പക്ഷേ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം തന്നെ ഇവിടെ ഈ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു അരമണിക്കൂർ നേരത്തോളം ഇവിടെ പൊതുദർശനം നീളും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. സൗദി അറേബ്യയിലായിരുന്ന മുഹമ്മദിന്റെ പിതാവ് അല്പസമയം മുൻപാണ് മുഹമ്മദിന്റെ പിതാവ് അബ്ദുൾ ജബ്ബാർ ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തി ട്രെയിൻ മാർഗം കണ്ണൂരിലേക്ക് വരികയായിരുന്നു. പിന്നീട് ഇപ്പോൾ അല്പസമയം മുൻപ് അദ്ദേഹം വീട്ടിലെത്തി. ഏതായാലും ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്, പൊതുദർശനത്തിനായി വച്ചിരിക്കുകയാണ്. വലിയ ദുഃഖത്തോടു കൂടി തന്നെയാണ് നാട് ഈ വാർത്ത ഇന്നലെ രാത്രിയോടുകൂടി കേട്ടതും. അതുമുതൽ തന്നെ വലിയൊരു ഞെട്ടലായിരുന്നു ഈ നാട്ടിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ. കാരണം അവരിൽ പലരുമായും 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ മുഹമ്മദ് അബ്ദുൾ ജബ്ബാറും കുടുംബവും ഈ മാട്ടൂൽ നോർത്തിലെ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട്. ഇതിനു മുൻപ് ഇതിന് കുറച്ചപ്പുറത്തുള്ള വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. പുതിയ വീട് നിർമ്മിച്ച് 2 മാസം മാത്രമാണ് ഇവർ ഇങ്ങോട്ട് മാറിയിട്ട് പൂർത്തിയാകുന്നുള്ളൂ. ഈ 2 മാസത്തിനിടയിൽ തന്നെയാണ് ഈ നാട്ടുകാരുമായി വലിയ സൗഹൃദവും അടുപ്പവും ഒക്കെ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നാട്ടുകാരിൽ പലരും മുഹമ്മദിനെ ഓർക്കുന്നതും അങ്ങനെ തന്നെയാണ്. വളരെ സൗമ്യമായ പെരുമാറ്റമായിരുന്നു. ഒപ്പം തന്നെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന തരത്തിലേക്ക് എല്ലാ ക്ലാസ്സുകളിലും എല്ലാ പരീക്ഷകളിലും ഒന്നാമനായി ഉണ്ടായിരുന്നയാളാണ്. വലിയ രീതിയിൽ കണ്ണൂരിൽ നിന്നാണ് നിഖിൽ വിവരങ്ങൾ തന്നുകൊണ്ടിരുന്നത്. അതിൽ ചെറിയ സാങ്കേതിക പിഴവ് നേരിട്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിൻ്റെ മൃതദേഹം കണ്ണൂർ മാട്ടൂലിലെ വീട്ടിലേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം മാട്ടൂൽ വേദാമ്പ്രം ജുമാ മസ്ജിദിൽ ഖബർസ്ഥാനിലാണ് ഖബറടക്കം. രാത്രി ഏറെ വൈകിയാണെങ്കിലും അവസാനമായി ഒരു നോക്ക് മുഹമ്മദിനെ കാണാനായി അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. നിഖിൽ അവിടെ തുടരുന്നുണ്ട്. നിഖിൽ പറഞ്ഞു വെച്ചതുപോലെ ആ നാട്ടുകാർക്കും കൂട്ടുകാർക്കുമൊക്കെ ഏറെ പ്രിയങ്കരനായിരുന്നു മുഹമ്മദ്. 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ ആലപ്പുഴയിലേക്ക് വന്നിട്ട്. അതിനു മുമ്പ് കണ്ണൂരിലെ മണ്ണിൽ അവസാനമായി കൊണ്ടെത്തുന്ന ഈ മണ്ണിലായിരുന്നു സജീവമായ മുഹമ്മദിൻ്റെ ഇടമായിരുന്നത്. അവരെങ്ങനെയൊക്കെയാണ് മുഹമ്മദിനെ ഓർത്തെടുക്കുന്നതും അവരുടെ ഒരു ജീവിത പശ്ചാത്തലമൊക്കെ എത്തരത്തിലായിരുന്നു? മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വന്നതുപോലെ 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ മാട്ടൂൽ നോർത്തിലെ ഈ വീട്ടിലേക്ക് ഇവർ താമസം മാറി വന്നിട്ട്. അത് മാത്രമല്ല, ഈ വീടിനും ഇവർക്ക് വളരെ വൈകാരികമായ ഒരു അടുപ്പം പറയേണ്ടതുണ്ട്. കാരണം 15 വർഷത്തോളമുള്ള പ്രവാസ ജീവിതമായിരുന്നു ഈ കുടുംബത്തിൻ്റെത്. 2 വർഷം മുൻപാണ് ഇവർ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നത്. നാട്ടിൽ താമസമാക്കുക, ഈ നാട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ ഒപ്പം നാട്ടിൽ തന്നെ കഴിയുക എന്നൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അന്ന് 10ാം തരം വരെ അവിടെ പഠിച്ചിരുന്ന മുഹമ്മദും മറ്റ് സഹോദരനുമെല്ലാം തന്നെ പിന്നീട് നാട്ടിലേക്ക് വരികയായിരുന്നു. പിന്നീട് +2 പഠനം ഇവിടെ നടത്തുന്നു. അതിനുശേഷമാണ് ഈ എൻട്രൻസ് പരീക്ഷ പാസ്സാവുകയും മെഡിക്കൽ പ്രവേശനം ലഭിക്കുകയും ചെയ്യുന്നത്. ആദ്യം ഈ മുഹമ്മദിന് എൻട്രൻസ് പരീക്ഷയിൽ പ്രവേശനം ലഭിച്ചിരുന്നത് കണ്ണൂരിലെ തന്നെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ 3 ദിവസത്തോളം ക്ലാസ്സിൽ എത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. കുറച്ചുകൂടി നല്ല പഠനാന്തരീക്ഷം അവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് അവിടേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത്.
ഈ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ഒരു ദിവസം അവധി കിട്ടിയാൽ ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരിലേക്ക് ട്രെയിൻ കയറി വരികയും ഈ ബന്ധുക്കളോടും നാട്ടുകാരോടും ഒക്കെ ഒപ്പം കഴിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു എന്നാണ്. അത് ഒരുപക്ഷെ അവർ തന്നെ പറയുന്നത് ഇത്രയും കാലം പ്രവാസ ലോകത്തായതുകൊണ്ടും അതുപോലെ തന്നെ ഈ കുട്ടിക്കാലമൊക്കെ ശരിക്കും അവിടെ ഗൾഫ് ജീവിതമായിരുന്നു. അതിനുശേഷം ഈ നാടിന്റെ ഒരു നാടുമായി പൊരുത്തപ്പെട്ട് നാടിന്റെ സുഖ സൗകര്യങ്ങളിലേക്കും അല്ലെങ്കിൽ തീർച്ചയായും നിഖിൽ, അങ്ങനെ ഓരോരുത്തർക്കും ഇത്രയധികം ജീവിത കഥകൾ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ 5 കുട്ടികളും ഇന്ന് നമ്മോടൊപ്പം വിട്ട് പിരിഞ്ഞു പോയത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കണ്ണൂരിൽ നിന്നാണ് മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിൻ്റെ മൃതദേഹം കണ്ണൂരിലെ വീട്ടിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ പൊതുദർശനത്തിന് ശേഷം വലിയ വൈകാതെ തന്നെ വേദാമ്പ്രം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കവും നടക്കും. ആ നാട് ഒന്നടങ്കം വിതുമ്പുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നിഖിലായിരുന്നു വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.